ഏറ്റവും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് റീലുകളൊക്കെ എടുത്ത് ആൾക്കാരെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ആഘോഷത്തിലെ പാട്ട്. നമ്മളുടെ ഈ സിനിമ ഒറ്റ ഷെഡ്യൂളിൽ എടുത്തൊരു സിനിമയാണ്. അതാണ് ഏറ്റവും ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അത് 50 ദിവസം കൊണ്ട് തീർന്നു. അത് തന്നെ ഒരു ഏറ്റവും അട്രാക്റ്റീവ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നല്ല അടിപൊളി പാട്ടുകളുണ്ട്. ഒരു കറോൾ പാട്ട്, പിന്നെ അതുപോലെ ഒരു ലഹരിക്കെതിരായിട്ടൊരു പാട്ട്. ഇപ്പോഴത്തെ ഒരു നശിച്ചു നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. വിദ്യാർത്ഥികളെ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ അതുപോലുള്ള ലഹരിക്കെതിരായിട്ട് സാർ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രവൃത്തി, നല്ലൊരു ആശയം അതിൽ കൊണ്ടുവന്നു. ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഒരു കഥ ഉള്ള ഒരു സിനിമ. കുറേ പുതുമുഖങ്ങൾക്കും സാർ അവസരം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ലൊരു കുറേയധികം കുട്ടികൾ, അങ്ങനെ ഒരുപാട് പുതിയ ആളുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. സാർ ഈ വേൾഡ് മലയാളി ഫെഡറേഷൻ അതിൻ്റെ ഫൗണ്ടറാണ്. വിയന്ന ബേസ്ഡിൽ തുടങ്ങിയതാണ് 2016. ഇപ്പോൾ നമ്മൾ 10 വർഷം ആകാൻ പോകുന്നു. 167 രാജ്യങ്ങളുണ്ട്. ഇപ്പം ഒരു രാജ്യത്ത് വന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വിത്തിൻ എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമസ്കാരം, മേഘദൂത് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു വിശിഷ്ട വ്യക്തിത്വം എത്തിയിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ. അദ്ദേഹം ആഘോഷം എന്ന ഒരു മൂവി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഫൗണ്ടറാണ് അദ്ദേഹം. അതുപോലെ പ്രോസി ഗ്രൂപ്പ് വിയന്നയിലുള്ള ഓസ്ട്രിയ വിയന്നയിലെ പ്രോസി ഗ്രൂപ്പിൻ്റെ CEO ആൻഡ് ചെയർമാൻ. ഇതാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. ഇങ്ങനെ ആഘോഷം എന്നൊരു മൂവി സാറ് ചെയ്യാനായിട്ട് തീരുമാനിക്കാനുണ്ടായ സാഹചര്യം, അതായത് ആ പടത്തെപ്പറ്റി തന്നെ പറയുമ്പോൾ ഞാൻ സിനിമയെ കണ്ടതാണ്. നല്ലൊരു സന്ദേശമൊക്കെ ഉള്ളൊരു, അതായത് നമ്മുടെ ലഹരിക്കെതിരായിട്ട് നല്ലൊരു സന്ദേശമൊക്കെ ഉള്ളൊരു സിനിമയാണ് സാർ എടുത്തിരിക്കുന്നത്. ഒരു തുടക്കക്കാരൻ ആണെന്നാണ് എൻ്റെ അറിവ്. സാർ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെ പറ്റി സാറിനൊന്ന് പറയാമോ? അതായത് നമ്മളുടെ ഈ സിനിമ ഒറ്റ ഷെഡ്യൂളിൽ എടുത്തൊരു സിനിമയാണ്. അതാണ് ഏറ്റവും ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അത് 50 ദിവസം കൊണ്ട് നമ്മളൊരു സ്പോട്ട് തീർന്നു. അത് തന്നെ. ഓക്കെ. ഈ സിനിമയിലേക്ക് ഞാൻ വരാനുണ്ടായ കാരണം, ഞാൻ ഓസ്ട്രിയ അല്ലെങ്കിൽ വിയന്ന ബേസ്ഡ് ആയിട്ടുള്ള പ്രവാസിയാണ്. അതെ അതെ. അപ്പം എൻ്റെ ഒരു കസിൻ ഓസ്ട്രേലിയയിലുണ്ട്. പുള്ളിക്കാരിയുടെ പേര് ലൈസ. ആ പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ടാണ് നമ്മുടെ ലിസി കെ ഫെർണാണ്ടസ്. അപ്പോൾ ഒരിക്കൽ ഈ ലിസി കെ ഫെർണാണ്ടസ് ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ ലൈസ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ പ്രിൻസ് ചേട്ടാ ഇങ്ങനെ ഒരാളുണ്ട്, സ്വർഗം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലീഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്, ആളെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഏതായാലും കൊള്ളാം. അങ്ങനെ ആ സിനിമയിൽ നമ്മൾ ജോയിൻ ചെയ്തു. ഇപ്പം നമ്മൾ അതിൻ്റെ മെയിൻ പ്രൊഡ്യൂസറാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ലിസി പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാനവിടെ ഒരു 12 ദിവസമാണ് ഈ ഇതിൽ ഉണ്ടായിരുന്നത്, ഈ ഷൂട്ടിംഗ് ഇതിലുണ്ടായിരുന്നത്. എല്ലാവരും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല, ടെക്നീഷ്യൻസ്, സിനിമ എന്തായിരുന്നു, അണിയറ പ്രവർത്തകർ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ഫാമിലി പോലെയായിരുന്നു. അതിപ്പോഴും ഞങ്ങൾ ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ആദ്യം പ്ലാൻ ചെയ്തത് ജനുവരി 1-ാം തീയതി ആയിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഡിസംബർ 25-ാം തീയതി ക്രിസ്മസിന് തന്നെ ഇത് പ്ലാൻ ചെയ്തു, പുറത്തിറങ്ങി. നല്ല സിനിമയാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു സിനിമ ആയതുകൊണ്ട് പറയുന്നതല്ല, എല്ലാവരും കാണുക, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു സിനിമയാണ്. നല്ലൊരു കഥാമൂല്യമുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഫാമിലികൾക്കും ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നൊരു സിനിമയായിട്ട് ഡെഫിനറ്റായിട്ടും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. അത് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അത് സിനിമയെ പറ്റി പറയുമ്പോൾ അത് ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനും കൂടെ സാർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു മെസ്സേജ്, അതാ ഞാൻ പറയുന്നത്, നല്ലൊരു മെസ്സേജാണ് പറയാൻ കാര്യം. നമ്മുടെ നിത്യജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഒരു കഥ ഉള്ള ഒരു സിനിമ. തീർച്ചയായിട്ടും. പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് സാർ മലയാള സിനിമയെ ഇത്രയും സ്നേഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിൽ കൂടി ഒത്തിരി ആൾക്കാരുണ്ട്. നരനുണ്ട്, ജോണി ആൻ്റണി, പിന്നെ നമ്മളുടെ വിജയരാഘവനൊക്കെ നല്ല റോൾ ഇതിനകത്തുണ്ട്. അതെ അതെ അതെ. അപ്പം കുറേ പുതുമുഖങ്ങൾക്കും സാർ അവസരം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, നല്ലൊരു കുറേയധികം കുട്ടികൾ, അങ്ങനെ ഒരുപാട് പുതിയ ആളുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചെറിയ റോളായിരിക്കാം, പക്ഷേ അത് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം അവർക്കെല്ലാം ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സാറിനെ പറ്റി പറയുമ്പോൾ, സാറ് ആ സിനിമയിൽ ഒരു ചെറിയൊരു റോള്, ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നല്ലൊരു ഭാഗം തന്നെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ആ സിനിമയിൽ വന്നു പോകുന്നു. ഞാൻ സിനിമ കണ്ടതുകൊണ്ട് പറയുകയാണ്. നല്ലൊരു അഭിനേതാവും കൂടിയാണ്. വളരെ ചെറിയ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും എന്തായാലും സാറ് ഈ മലയാള സിനിമയ്ക്ക് നമുക്ക് തന്നിരിക്കുന്ന ഒരു നല്ലൊരു അവസരമാണ് ആഘോഷം പോലെയുള്ള ഒരു സിനിമ. ഇനിയുള്ള മുന്നോട്ടുള്ള സാറിൻ്റെ പ്രയാണത്തിലും പുതിയ പടങ്ങൾ ചെയ്യുവാനും ഈ പടമൊക്കെ വിജയിക്കുവാനും ഈ ആഘോഷം സിനിമ നല്ലൊരു ആഘോഷമായിട്ട് മാറാനും ആശംസിക്കുന്നു. അതുപോലെ നല്ല നല്ല അവാർഡുകൾ ഇപ്പം സർക്കാരൊക്കെ ആണെങ്കിൽ പോലും ഇതുപോലുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. കാരണം നല്ലൊരു എന്താ പറയുന്നത്, ഈ ഇപ്പോഴത്തെ ഒരു നശിച്ചു നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. വിദ്യാർത്ഥികളെ ഈ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ അതുപോലുള്ള ലഹരിക്കെതിരായിട്ട് സാർ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രവൃത്തി, നല്ലൊരു ആശയം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ സിനിമ കണ്ടിട്ട് ഒരു കുറച്ച് 1-2 ആൾക്കാർ മാത്രം പറഞ്ഞു ഇതിൽ സ്റ്റണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അതായത് അതും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനകത്ത് സ്റ്റണ്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം തമാശകളുണ്ട്. പിന്നെ എന്തായിരുന്നു, അത് നല്ലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഞാൻ മാത്രമല്ല, അത് കണ്ട ആളുകൾ എല്ലാവരും തന്നെ ഹാപ്പിയാണ്. ആരെങ്കിലും ഒരാൾ അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ സ്റ്റണ്ടില്ല എന്ന് പരാതി പറഞ്ഞവരോട് സാർ പറഞ്ഞാൽ മതി, അടുത്ത പടത്തിൽ നമ്മൾ സ്റ്റണ്ടുണ്ട ഒരു പടം തീർച്ചയായിട്ടും എടുക്കും എന്നങ്ങ് പറഞ്ഞാൽ മതി. കാരണം നല്ലൊരു സ്റ്റണ്ട് മാത്രമല്ല സാർ, ആ പടം നല്ലൊരു അതിനകത്തൊരു നമുക്കൊരു എന്താ പറയുന്ന ഒരു ആശയം നമ്മുടെ അതിനകത്തെ വളരെ നല്ലൊരു ആശയമാണ്. നല്ല നല്ല അവാർഡുകളൊക്കെ സാറിന് കിട്ടട്ടെ. ആഘോഷം എന്ന് പറഞ്ഞ മൂവിയിൽ അതിൻ്റെ ഡയറക്ഷനാണെങ്കിലും അതിലെ പാട്ടുകൾ, പുതിയ സംഗീത സംവിധായകരെയൊക്കെ സാറ് അവതരിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക്. അതെ അതെ തീർച്ചയായിട്ടും. ആ ഡയറക്ടർ, അതുപോലെ സംഗീത സംവിധായകർ, തിരക്കഥ, ഗാനരചയിതാവ്. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നല്ല അടിപൊളി പാട്ടുകളുണ്ട്. ഒരു കറോൾ പാട്ട്, പിന്നെ അതുപോലെ ഒരു ലഹരിക്കെതിരായിട്ടൊരു പാട്ട്. അതിൽ 3-4 പാട്ടുണ്ട്. പക്ഷേ അതിൽ എടുത്തു പറയുന്ന 2 പാട്ടുകളും വളരെ ഇതായിട്ട് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെ പാട്ട് വളരെ നല്ല രീതിയിൽ മറ്റേ എന്താ പറയുക യൂട്യൂബിലും മറ്റെല്ലാം ഏറ്റവും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് റീലുകളൊക്കെ എടുത്ത് ആൾക്കാരെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ആഘോഷത്തിലെ പാട്ട്. സാറിനോട് എടുത്തു പറയാനായിട്ടൊരു കാര്യമുണ്ട്. സാർ ഈ വേൾഡ് മലയാളി ഫെഡറേഷൻ സാറിന് അതിൻ്റെ ഫൗണ്ടറാണ്. അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയതിൻ്റെ സാറിൻ്റെ അതിൻ്റെ ഉദ്ദേശശുദ്ധി അല്ലെ അതുകൊണ്ടുണ്ടായ ഗുണങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ഈ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. വേൾഡ് മലയാളി ഫെഡറേഷൻ അഥവാ WMF നമ്മൾ ഷോർട്ടിൽ പറയുന്നത് കേട്ടോ. നമ്മളിപ്പം ഇത് തുടങ്ങിയിട്ട് വിയന്ന ബേസ്ഡിൽ തുടങ്ങിയതാണ് 2016. ഇപ്പോൾ നമ്മൾ 10 വർഷം ആകാൻ പോകുന്നു. തുടക്കത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഒരു എന്താ പറയുക ഒരു നെറ്റ്വർക്കാണ് നമ്മളിത് ഉദ്ദേശിച്ചത്. വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റിയൊക്കെ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ചാരിറ്റിയാണ് നമ്മൾ മെയിൻ അന്ന് ഉദ്ദേശിച്ചത്. കാരണം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ഇതുണ്ട്, പ്രോസി ഗ്ലോബൽ ചാരിറ്റി ഫൗണ്ടേഷൻ. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പം വേൾഡ് വൈഡ് ആകുമ്പോൾ കുറേ കൂടെ ആളുകൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം എന്നുള്ള രീതിയിലാണ് തുടക്കം. ഈ നെറ്റ്വർക്കുണ്ട്. പക്ഷേ ഇപ്പം അതെല്ലാം മാറി നമ്മളുടെ ജാതി, മത, രാഷ്ട്രീയ, സാമ്പത്തിക ഈ പറയുന്ന എന്താ പറയുന്നത് വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ നമ്മുടെ സംഘടനയിലുണ്ട്. അപ്പോൾ അതിൻ്റെ 5ാമത് ബേനിയൽ കൺവെൻഷൻ ദുബായിൽ വെച്ചിട്ടാണ്. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്. ഗംഭീര പരിപാടിയാണ്. അത്യാവശ്യം നല്ലൊരു പരിപാടിയാണ്. ഇത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറും കൂടിയാണ്. മിക്കവാറും ആളുകളെല്ലാം വരുന്ന ഫാമിലി ആയിട്ടാണ്. അപ്പം അവിടെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുചേരുന്നു. അതുകൂടാതെ വൈകുന്നേരങ്ങളിൽ നമ്മളിപ്പോൾ അതിൻ്റെ എന്തായിരുന്നു ക്രൂസ് ഡിന്നറുണ്ട്, പിന്നെ ഡെസേർട്ട് സഫാരി, പിന്നെ ഒരു വൈകുന്നേരത്തെ ഒരു ഈവനിങ് ഇത്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ മീറ്റിംഗ്, സീരിയസ് ആയിട്ടുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ മെമ്പർമാർ തന്നെ എല്ലാവരും കണ്ടാൽ മതി. ഓവർസീസ് സാറിൻ്റെ പടം വിജയിച്ചു. കാരണം അങ്ങനെയും കൂടെ സാറിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും അവരെല്ലാവരും മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വേൾഡ് മലയാളി ഫെഡറേഷനിലൂടെ നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടി അധികം പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ അതൊരു മീൻസ് അത് ശരിയല്ലല്ലോ. എനിവേ ഈ സംഘടന കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ എനിക്കല്ല അതുകൊണ്ട് ഗുണം, മറ്റുള്ള ഈ സംഘടനയിൽ പെടുന്ന ആൾക്കാർക്കും അവരുടെ ബന്ധുക്കാർക്കും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനും ഒരു രാജ്യത്ത് വന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വിത്തിൻ എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാനായിട്ട്. എല്ലാ രാജ്യത്തും ഉണ്ട്. ഓൾമോസ്റ്റ് 167 രാജ്യങ്ങളുണ്ട് ഇപ്പം. 6 ഭൂഖണ്ഡങ്ങളിലായിട്ട് 167 രാജ്യങ്ങളിൽ. അത് തന്നെയല്ല, എല്ലാവരും അത് ഓരോ ദിവസങ്ങളിലും കൂടുതൽ മെമ്പേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊരു താല്പര്യമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന മാതിരി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിധത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. സാമ്പത്തികമായിട്ട് കഴിവുള്ളവരും കഴിവില്ലാത്തവരും, ബിസിനസ് ചെയ്യുന്നവരും ബിസിനസ് ചെയ്യാത്തവരും, അങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അത് തന്നെയല്ല ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരാഴ്ചയിൽ 2-3 മിനിമം എനിക്കൊരു കോൾ കിട്ടാറുണ്ട്. ഇന്ന രാജ്യത്ത് അവിടെ ചെറിയ വിഷയമുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് യാത്ര ചെയ്ത് അവിടെ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ അവിടെ ചെറിയ ഒരു
പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഇതില്ലേ ക്വാളിറ്റി അത് കറക്റ്റാണോ എന്നൊക്കെ, അതുപോലെ ജോലി തട്ടിപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കും. ഇതിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വെച്ചാൽ അത് നമ്മളൊരു എന്താ പറയുന്നത്, ഈ ബാക്കിയുള്ള ആളുകൾ, ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല, ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ ലിസിയൊക്കെ ധ്യാനം കൂടാൻ പോകില്ലേ എന്ന് പറയുന്ന മാതിരി ഞാൻ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് എനിക്ക് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സീരിയസ്ലി. കാരണം വെച്ചാൽ അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവർക്ക്, അതിപ്പോൾ ഞാൻ പറഞ്ഞു ജാതിമത ഭേദമന്യേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇതായിട്ടാണ് ഞാൻ നിന്നത്. മറ്റുള്ള ഏതെങ്കിലും ഒരു ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ലെവലിൽ പോയി കഴിഞ്ഞാൽ അതിന് സമയങ്ങളെടുക്കും, ചിലപ്പം മാസങ്ങളെടുക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി. നമ്മളെന്ന് പറഞ്ഞാൽ ക്വിക്കായിട്ടുള്ള ആക്ഷനാണ്. തീർച്ചയായും അതിന് നമ്മളുടെ ഈ ആളുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം എന്തായാലും സാറ് വേൾഡ് മലയാളി ഫെഡറേഷൻ സാറിൻ്റെ ഭംഗിയായിട്ട് നടക്കട്ടെ. അതുപോലെ തന്നെ സിനിമ, ആഘോഷൻ സിനിമ അത് ഗംഭീരമാകട്ടെ. സാറിൻ്റെ മുന്നോട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ. കാരണം സിനിമയിലൊക്കെ ഈ പാട്ടുകളൊക്കെ, സാറിൻ്റെ ഈ പാട്ടൊക്കെ ഹിറ്റായി ഇരിക്കുകയാണ്. ഇപ്പം ക്രിസ്മസിനെ പറ്റിയൊക്കെ നമ്മുടെ എനിക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ആണ് ഒരാൾ ഗാനം രചിച്ചിരിക്കുന്നത്, ലിസി മാഡം അല്ലേ, ഡോക്ടർ ലിസി ഫെർണാണ്ടസ് ആണ് ഗാനരചയിതാവ് കൂടിയാണ്. ആ ക്രിസ്മസ് കരോൾ ഗാനം വളരെ ഹിറ്റായി ഇരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സാറിൻ്റെ പടമൊക്കെ വളരെ ഗംഭീരമാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.